ഹായ് ഹലോ ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വിൻ വാഷ്റൂമിൽ പോകുന്ന നേരത്ത് ശ്രുതി ആ രഹസ്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ്. എല്ലാ ഷെൽഫും തപ്പുമ്പോൾ ഒന്നും കിട്ടുന്നില്ല. പിന്നീട് അശ്വിന്റെ പെട്ടിയിലായിരിക്കും ശ്രദ്ധ. പെട്ടി തുറന്നു നോക്കിയാലോ, അതൊക്കെ മോശാവില്ലേ എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന നേരത്ത് ശ്രുതി എന്നിങ്ങനെ മനസ്സ് പറയുന്നത് കൊണ്ട് ശ്രുതി പെട്ടി എടുത്ത് ബെഡിൽ വെച്ച് നോക്കാട്ടോ. അപ്പോ അതിൽ നിന്ന് ഒരു ഡയറി ലഭിക്കുകയാണ്. കിട്ടിപ്പോയി. ഇത് അശ്വിൻ സായിറാമിന്റെ പേഴ്സണൽ ഡയറിയാണ്. ഇതിൽ നിന്ന് എന്തെങ്കിലും ക്ലൂ ലഭിക്കാതിരിക്കില്ല. ഇതയാൾ ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നല്ലോ എന്നും പറഞ്ഞ് ഡയറി തുറന്ന് നോക്കുന്ന സമയത്ത് അശ്വിന്റെ ഹാൻഡ് റൈറ്റിംഗ് അതിൽ വളരെ മോശമാണ്. എന്റെ കുട്ടീഷ്ണ, ഇത് കയ്യക്ഷരം തന്നെയാണോ അതോ മനുഷ്യന്മാരുണ്ടാവുന്ന മുൻപേയുള്ള ഏതെങ്കിലും ലിപിയോ? വലിയ വിദ്യാഭ്യാസവും കോടീശ്വരനും ഒക്കെ ആയിട്ടുള്ളതാ. ഒന്ന് വൃത്തിക്ക് എഴുതിക്കൂടെ എന്ന് പറഞ്ഞിട്ട് പേജ് ഇങ്ങനെ മറിക്കുന്ന നേരത്ത് അതിൽ കാണും ASR 36 SR എന്ന് കാണും. ASR എന്ന് വെച്ചാൽ അശ്വിൻ സായിറാം, SR എന്ന് വെച്ചാൽ ശ്രുതികുമാരി ലക്ഷ്മി. അതിന്റെ ഇടയിൽ എന്തിനാ ഈ 36? അയ്യോ, ASR 36 ദിവസത്തിനുള്ളിൽ ശ്രുതികുമാരിയെ തട്ടിക്കളയും എന്ന് മറ്റാണോ? ഇത് തന്നെ. ASR 36 ദിവസത്തിനുള്ളിൽ ശ്രുതികുമാരി ലക്ഷ്മിയെ വെട്ടും, അല്ലെങ്കിൽ കൊന്നിരിക്കും. എന്റെ കുട്ടീഷ്ണ, ഇനിയിപ്പോൾ എന്താ ചെയ്യാ എന്ന് ചോദിക്കുന്ന നേരത്ത് നമ്മുടെ അശ്വിൻ വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് വരാട്ടോ. ശ്രുതിയെ കാണുമ്പോൾ തന്നെ അടിമുടി നോക്കാണ് കേട്ടോ. അശ്വിനെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ നിന്ന് ആ ഡയറി താഴെ പോകുന്നുണ്ട്. എന്നിട്ട് കാലുകൊണ്ട് അത് ബാക്കിലോട്ട് ആക്കിയിട്ട് മറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ അശ്വിൻ കാണാണ്. എന്നിട്ട് അശ്വിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ നോട്ടം കണ്ടാൽ തന്നെ അറിയാം എന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ഇട്ടിരിക്കുക. അയ്യോ എന്റെ കുട്ടീഷ്ണ, ഇനി 36 ദിവസം എന്നുള്ളത് 36 മണിക്കൂറാണോ എന്നൊക്കെ നിൽക്കുന്ന നേരത്ത് അശ്വിൻ ശ്രുതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പെട്ടിയിലേക്ക് നോക്കിയിട്ട് നിന്റെ പരിശോധന കഴിഞ്ഞെങ്കിൽ ആ ഡയറി എടുത്ത് പെട്ടിയിൽ തന്നെ വെച്ചേക്ക് എന്നും പറഞ്ഞ് അങ്ങ് പോവാണേ. അപ്പൊ ശ്രുതി പറയും, സാധാരണ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ചൂടാവേണ്ട അശ്വിൻ സായിറാം, ഇന്ന് എൻ്റെ അടുത്ത് ചൂടായതേ ഇല്ല. അയ്യോ, അത് തന്നെ എന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ കുട്ടീഷ്ണ, ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട്. പിന്നീട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ വെജിറ്റബിൾസ് അരിയുന്ന നേരത്ത് അശ്വിനും അടുത്തിരുന്ന് ചായ കുടിക്കാട്ടോ. എന്നിട്ട് അശ്വിൻ ഇങ്ങനെ ഇടയ്ക്ക് നോക്കിയിട്ട്, എങ്കിലും നിങ്ങൾ എന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ഇട്ടിരിക്കുവല്ലേ, ഞാൻ എന്താ ചെയ്യാ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ആലോചിക്കുന്ന നേരത്ത് അയ്യോ എന്നങ്ങ് പറയട്ടോ. അപ്പൊ അശ്വിനും ശ്രുതിയെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ തന്നെ അമ്മായി വന്നിട്ട്, എന്താ ശ്രുതി, നീ കൈ എങ്ങാനും മുറിച്ചോ? ഇല്ല അമ്മായി, ഒന്ന് നോക്കിയും കണ്ട് അരിയപ്പെണേ എന്നും പറഞ്ഞ അമ്മായി അങ്ങ് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ടെൻഷനോട് കൂടിയിട്ടാണ് കേട്ടോ അരിയുന്നത്. അപ്പൊ തന്നെ TV-യിൽ ന്യൂസ് വരുന്നുണ്ട്. അങ്ങനെ ശ്രുതി വെജിറ്റബിൾ നുറുക്കിക്കൊണ്ട് ന്യൂസ് കാണുകയാണ് കേട്ടോ. അതിൽ പറയുന്നത് ഫിലിം സ്റ്റാർ ദേവനാഥിന്റെ മരണം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. അയാളുടെ ജാതകത്തിൽ 2 വധുവിന് യോഗം ഉള്ളതുകൊണ്ട് അയാൾ ആദ്യം ഒരു സാധു പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയും അവളെ കൊന്ന് കാമുകിയെ സ്വന്തമാക്കുകയും ചെയ്തു. ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുടെയും ഇടയിലായിരുന്നു അദ്ദേഹം. പണ്ടൊക്കെ പറയുന്ന പോലെ വാഴക്കല്യാണം നടത്തി ഇപ്പോഴും പലരും വിവാഹം നടത്താറുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് വാഴയ്ക്ക് പകരം സാധു സ്ത്രീകളെയാണ് കോടീശ്വരന്മാർ കല്യാണം കഴിച്ച് കൊല്ലുന്നത്. നിങ്ങളോട് എനിക്ക് ഒരേ കാര്യമേ പറയാനുള്ളൂ, സാധു സ്ത്രീകളായ നിങ്ങൾ ഒരു കോടീശ്വരന്മാരുടെയും വലയിൽ പെടരുത് എന്നങ്ങ് പറയുന്ന നേരത്തെ നമ്മുടെ ശ്രുതി, അയ്യോ ഞാൻ അയാളുടെ വലയിൽ പെട്ടുപോയല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന നേരത്ത് കൈ അങ്ങ് മുറിഞ്ഞു പോവാണ്. വീണ്ടും അയ്യോ എന്ന് പറയണേ. അപ്പോഴേക്കും അമ്മായി വന്ന്, കൈ മുറിച്ചല്ലേ, നീ അതൊക്കെ ഇങ്ങനെ തന്നെ, ഇനി ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ്. അങ്ങനെ വലിയൊരു സുഖമില്ലാത്ത ഒരു എപ്പിസോഡാണ് ഇന്നത്തെ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.